മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് CITU-വിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾ മോട്ടോർ മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയവും കാരണം തകർന്നടിഞ്ഞ മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. ജൂലൈ 7-ന് നടത്തുന്ന മാർച്ച് CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടോ ടാക്സി നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുക, ചരക്ക് കടത്തുവാടക വർദ്ധിപ്പിച്ച് ഏകീകരിച്ച് നടപ്പാക്കുന്നതിനുള്ള LDF സർക്കാരിന്റെ അന്തിമ റിപ്പോർട്ട് നടപ്പാക്കുക, ഫെയർ വേജസ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് നടപ്പിലാക്കുക, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി തകർക്കാനുള്ള നിലപാടുകൾ അവസാനിപ്പിക്കുക, KSRTC ജീവനക്കാരെ സ്ഥലം മാറ്റി ശിക്ഷിക്കുന്ന മാനേജ്മെന്റ് നടപടി അവസാനിപ്പിക്കുക, ടിപ്പർ ലോറികളുടെ സ്കൂൾ സമയ നിയന്ത്രണം 1 മണിക്കൂറായി ഏകീകരിക്കുക, ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർക്കെതിരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും സഹകരണം CITU നേതാക്കൾ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ K. സേതുമാധവൻ, MS. മുരളി, K. അനിൽകുമാർ, E. ദിലീപ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കാൻ പെട്രോളിയം കമ്പനികൾ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഓട്ടോ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ മാസം കഴിഞ്ഞ മാസം സമര പരിപാടികൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ പൊതുഗതാഗത മേഖല എന്ന നിലയിൽ ഓട്ടോ ടാക്സി മേഖലയിലെ നിരക്ക് നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 4 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണം എന്നുള്ള ആവശ്യമാണ് ആ മേഖലയിൽ ഉന്നയിക്കുന്നത്. അതൊരു പൊതു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മേഖല എന്ന നിലയിൽ ഈ പെട്രോളിന്റെ ഡീസലിന് സബ്സിഡി നിരക്കിൽ ആ മേഖലയിലെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഡിമാൻഡ്. അതിൽ ഈ ചരക്ക് കടത്തുമായി ബന്ധപ്പെട്ട മേഖലയെ സംബന്ധിച്ച് അതിന്റെ വാടക വർദ്ധിപ്പിച്ച് ഏകീകരിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നിശ്ചയിക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഫെയർ വേജ് പുതുക്കി നിശ്ചയിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഫെയർ വേജ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് മോട്ടോർ ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡാണ്. ആ ക്ഷേമനിധി ബോർഡ് ഇന്നിപ്പോൾ തൊഴിലാളികൾക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന നിലയിലുള്ള പല തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ബോർഡിനെ സംരക്ഷിക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. KSRTC മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മാനേജ്മെന്റ് ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന ഉൾപ്പെടെയുള്ള പല നടപടികൾ സ്വീകരിക്കുകയാണ്. അതിനെതിരെ ആ മേഖലയിലെ തൊഴിലാളികൾക്ക് സമരരംഗത്താണ് നിൽക്കുന്നത്. KSRTC വ്യവസായം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള നിരക്ക് നിശ്ചയിക്കുന്ന സൗജന്യ യാത്ര നിശ്ചയിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTCക്ക് 3 കോടി രൂപ വീതം ഗവൺമെന്റ് സഹായം നൽകുന്നതിനെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യവസായം പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.